എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ യാത്ര അലീനയ്ക്ക് വേണ്ടിയാണ്. ഇവിടത്തേക്കാൾ വളരെ വലിയ മോശമല്ലാത്ത ഓരോ സ്ഥലത്തേക്ക് അവളെ കൊണ്ടെത്തിക്കണം എന്നും പറയുന്നു. അന്നേരം ഇത് കേൾക്കുന്ന ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബാലേട്ടൻ ആകെ വിഷമമാകില്ലേ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, അതെനിക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ മേലാത്തത് എന്ന്. എന്നിട്ട് പയ്യെ പോയി ആ കസേരയിലിരിക്കും. എന്നിട്ട് പറയുവാണ്, ഞാൻ വീണു പോകേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്നെ താങ്ങി നിർത്തിയത് അവളാണ്. അതുപോലെ ഈ കുടുംബത്തിലുള്ള എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിച്ച് നിർത്തിയതും അവളാണ്. ഇനി അവൾ ഇവിടുന്ന് പോയി കഴിയുമ്പം എന്താകും എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഗോവർദ്ധൻ പറയും, എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന്. ഗോവർദ്ധൻ ഇറങ്ങുന്നതിന് മുമ്പ് ഗോവർദ്ധനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി, വേറെ ആരോടും ഷെയർ ചെയ്യേണ്ട എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സും ഒക്കെ കരുതി വേണം വരാൻ. ചിലപ്പം അതിന് മുമ്പ് വരാൻ പറ്റിയേക്കാം, എങ്കിലും അങ്ങനെ കരുതിയേ വരാവുള്ളൂ എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഗോവർദ്ധൻ അവിടുന്ന് ഇറങ്ങി പോരുന്നത്. അങ്ങനെ താഴേക്ക് വരുമ്പോഴേക്കും അലീന ചായയായിട്ട് വരും, ചായ കൊടുക്കും. എന്നിട്ട് ഇത്ര പെട്ടെന്ന് ഡിസ്കഷൻ തീർന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇത് ചെറിയൊരു കാര്യമായിരുന്നു, ഒരു യാത്ര പോകണം, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയാൻ വിളിച്ചതാണ് എന്ന് പറയും. അന്നേരം എങ്ങോട്ടാണ് യാത്ര, ദൂരയാത്രയാണോ എന്ന് ചോദിക്കുമ്പോൾ ദൂരയാത്രയാണെന്നാണ് ബാലേട്ടൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം എന്തിനാണ് എന്ന് അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതെന്താ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അറിയാൻ മേലാത്തത്? പ്രൈവറ്റ് സെക്രട്ടറി എന്നല്ലല്ലോ പറയേണ്ടത്, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നല്ലേ പറയേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ഗോവർദ്ധൻ പറയും, അങ്ങനെയൊന്നും എന്നെ പറയണ്ട, അങ്ങനെയാണെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊരു സ്ഥാനം അലീനയ്ക്കും തന്നിട്ടുണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ഗോവർദ്ധൻ പറയുവാണ്. അന്നേരം അതൊക്കെ അച്ഛൻ വെറുതെ തന്ന ഒരു കാര്യമല്ലേ, അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്നാൽ ഇന്നത്തെ കാര്യങ്ങളൊന്നും അത്ര തമാശയല്ലായിരുന്നു, ഇത്തിരി സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ പോകാൻ തുടങ്ങുന്ന ആ യാത്ര എനിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ, എനിക്കതൊക്കെ ഊഹിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. അന്നേരം ഗോവർദ്ധൻ പറയും, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, ബാലേട്ടനെ അറിയാവുള്ളൂ എന്ന്. എന്നാൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് ഗോവർദ്ധൻ പോകുന്നു. അലീന അടുക്കളയിലേക്കും തിരിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വന്ന് കഴുകാനുള്ള തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു വിളിക്കുന്നത്. മനു വിളിക്കുന്നതേ ഫോൺ എടുക്കുവേ. അന്നേരം ഇന്നെന്താ തിരക്കൊന്നും ഇല്ലായിരുന്നോ, വിളിച്ചതേ ഫോൺ എടുത്തല്ലോ എന്ന് പറയുമ്പം ഞാൻ ഫോണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മനുവേട്ട, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, തിരക്കാണോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന്. അന്നേരം തിരക്കാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിങ്ങനെ അലീന പറഞ്ഞു തുടങ്ങുമ്പം തിരക്കാണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുക മനു. അന്നേരം അലീന, എങ്കിൽ അങ്ങനെയെങ്കിൽ പറഞ്ഞാൽ പോരെ, എന്തിനാ തിരക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുക. അന്നേരം മനു അറിയും, ഞാനിച്ചിരി മര്യാദ കാണിച്ചു എന്നുള്ളൂ, അത് പ്രശ്നമായോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ആ മര്യാദയോടുകൂടി തന്നെ ഞാൻ കുറച്ച് സമയം അനുവദിച്ചേക്കുന്നു, എന്തിനാ മനുവേട്ട വിളിച്ചേ എന്ന് ചോദിക്കുവാണ്. തമാശയ്ക്കാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ സംസാരിക്കുന്നത്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഇത്തിരി സീരിയസ് ആണ്, എന്നെ ബബിത വിളിച്ചായിരുന്നു, അവൾ ആകെ വിഷമത്തിലാണ്, അവിടെ നടന്ന കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയും. അന്നേരം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അവിടെ എന്താ സംഭവിച്ചത് അതൊക്കെ പറഞ്ഞു, നീ പോകുന്നതിനുള്ള വിഷമം പറഞ്ഞു, അതുപോലെ അങ്കിളിൻ്റെ മകളല്ല നീ എന്ന് അറിഞ്ഞതിൻ്റെ സങ്കടം എന്നോട് പറഞ്ഞു, അതൊക്കെ പറഞ്ഞ് അവളാകെ വിഷമത്തിലാണ് എന്ന് പറയുമ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മനുവേട്ട, എനിക്ക് ഇവിടെ നിന്ന് പോയല്ലേ പറ്റുള്ളൂ, ഞാൻ പോയാൽ മാത്രമല്ലേ ഇങ്ങോട്ട് മേഡം വരുള്ളൂ, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, അത് ഞാൻ അവളോട് പറഞ്ഞു, നിൻ്റെ തീരുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യണം, നിൻ്റെ അമ്മ അങ്ങോട്ട് തിരിച്ചു വരാൻ, അതല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതെങ്ങോട്ടാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനോടും ഒരു ജോലി നോക്കണമെന്ന് പറഞ്ഞത്, അതുപോലെ മാമച്ചായനോടും പറയണം എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് തരാൻ, എല്ലാവരോടും നോക്കിയാൽ ഒരു ജോലി കിട്ടാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട് എന്ന്. എന്നിട്ട് മനു പറയുവാണ്, ബബിത ആകെ വിഷമത്തിലാണ്, അവൾ നിന്നെ അവിടുന്ന് വിടാതിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, മനുവേട്ടനെ ഒന്ന് പറയാവോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നോട് നേരത്തെ നോ പറഞ്ഞു വെച്ചേക്കുക, അപ്പോൾ പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. എന്നിട്ട് മനു പറയുന്നുണ്ട്, അവളുടെ ആകെ പ്രതീക്ഷയായിരുന്നു നീ അങ്കിളിൻ്റെ മകളാണ് എന്നുള്ളത്, ആ ഒരു കാര്യം പറഞ്ഞ് നിന്നെ അവളെ പിടിച്ചു നിർത്താം എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ, അതെല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമത്തിൽ തകർന്നിരിക്കുവാണ് ബബിത എന്ന് പറയുമ്പം ഞാൻ എന്താ മനുവേട്ട ചെയ്യുന്നത്, എനിക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ എന്നിങ്ങനെ ബബിത അലീന വിഷമത്തോടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് പോയിക്കോട്ടെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്,
അവിടെ അവരെന്താ ചെയ്യുന്നത് എന്നൊന്ന് പോയി നോക്കണം. അടുക്കളയിൽ ബബിതയും കൃഷ്ണമോളും ഉള്ളത് എന്ന് പറയുമ്പോൾ മനു ചോദിക്കും ഈ ഫോൺ അടുക്കള വരെ സഞ്ചരിക്കുകയില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അന്നേരം ആ സഞ്ചരിക്കും എന്ന് പറയുമ്പോൾ എന്നാൽ ഈ ഫോൺ കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് എന്ന് മനു പറയും. എന്നാൽ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഇനി പറയാനുള്ളത് മൊത്തം കേട്ടിട്ട് വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് അലീന. പിന്നെ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി വരുന്നു. ഭക്ഷണം എല്ലാം എടുത്തു വയ്ക്കുന്നത് ബബിതയും അലീനയും കൂടിയാണ്. അന്നേരം ബബിത കൃഷ്ണമോളെ വിളിച്ചിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം കേട്ട് കാണില്ലായിരിക്കും, ഞാൻ വിളിക്കാം എന്ന് അലീന പറയും. അന്നേരം അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ പോയി വിളിച്ചോളാം അവളെ എന്ന് പറഞ്ഞാൽ ബബിത അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് ചെല്ലുമ്പം ഇങ്ങോട്ട് ഓടി ഇറങ്ങി വരുമായിരുന്നു കൃഷ്ണമോളെ. രണ്ടുപേരോട് കൂട്ടിയിടിക്കുകയെ. അതിൻ്റെ പേരിൽ ബബിതയും കൃഷ്ണമോളോട് അവിടെ കിടന്ന് വഴക്കുണ്ടാകും. നിനക്ക് എന്നാ കണ്ണ് കണ്ടൂടെ, നോക്കി നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അതെന്താ വീട്ടിൽ ഒന്ന് ഇത്തിരി സ്പീഡ് നടന്നാൽ എന്താ കുഴപ്പം, ചേച്ചിക്ക് നോക്കാൻ മേലായിരുന്നു കൃഷ്ണമോളെ ചോദിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഒച്ച വെച്ച് കഴിയുമ്പോഴേക്കും ബബിത തലാൻ ചെല്ലുന്നുണ്ട് കൃഷ്ണമോളെ. കൃഷ്ണമോൾ അവിടുന്ന് ഓടി അലീനയുടെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഇവരിങ്ങനെ ശബ്ദം വെച്ച് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും ഇതെന്താ ഇവിടെ ഇത്ര ശബ്ദം, അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാലോ, എൻ്റെ ഹൃദയം അത്ര സെറ്റല്ല, അതുകൊണ്ട് ഇതുപോലെ വലിയ വലിയ ഒച്ചകളൊന്നും എടുക്കരുത് എന്ന് പറയും. നിങ്ങൾ ഇവിടെ കേൾക്കാനാണോ അതോ അയൽവക്കത്തുള്ളവർക്കൊക്കെ കേൾക്കാനാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ഈ ചേച്ചി എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ പറയാൻ തുടങ്ങുമ്പം വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, അത് നിങ്ങൾ തന്നെ അങ്ങ് പരിഹരിച്ചാൽ മതി, ഇതുപോലെ ഒച്ചെടുക്കാതിരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് കൈ കഴിയിട്ട് വന്നിരിക്കുമ്പോൾ പിന്നെയും ഇതുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുക. അന്നേരം ഇത് എന്നതായി, ഇതുവരെ നിങ്ങൾക്ക് ഇത് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുവാണ്. ഭയങ്കര സന്തോഷത്തിലാട്ടോ എല്ലാവരും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് എനിക്കൊരു യാത്രയുണ്ട് ഒരു 2-3 ദിവസത്തേക്ക്, ഞാൻ 2-3 ദിവസത്തേക്ക് ഇവിടെ കാണില്ല എന്ന് പറയും. അന്നേരം അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അലീന ചോദിക്കും. അന്നേരം ഒരു യാത്രയുണ്ട്, പോയിട്ട് വന്നിട്ട് പറയാം, ബാക്കി കാര്യങ്ങളൊക്കെ 2-3 പേരെ കാണാനുണ്ട് എന്ന് പറയും. നീ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് ഈ യാത്ര എന്ന് കൂടി പറയുവേ. അന്നേരം അലീന ചോദിക്കും അച്ഛൻ തനിച്ചാണോ പോകുന്നത് എന്ന്. അന്നേരം തനിച്ചല്ല, കുറച്ച് അധികം ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്, ഇപ്പോൾ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല, അതുകൊണ്ട് ഗോവർദ്ധനെ കൂടെ കൂട്ടുന്നുണ്ട് എന്ന് പറയും. അന്നേരം അടുത്തിരിക്കുന്ന രോഹിത് ചോദിക്കും ഞാൻ കൂടെ വന്നോ അച്ഛാന്ന്. അന്നേരം ഇത് കൊള്ളാലോ, നേരത്തെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇതിപ്പം ഞാൻ ഒരിടത്ത് പോകണമെങ്കിൽ ഇതിപ്പം ആരെയൊക്കെ ബോധിപ്പിച്ചാലാ, ആരുടെയൊക്കെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലാണ് എന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ പറയും. എന്നിട്ട് ചോദിക്കും ഇതൊക്കെ എന്ന് തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് അലീന പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ഇത്ര ദിവസത്തേക്ക് പോവുകയാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും എങ്കിൽ അച്ഛൻ വരുന്നേരം വരെ ഞാൻ ഇവരെയും കൊണ്ട് രേവതിക്കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ മോളെ, നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാകില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല അച്ഛാ, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആകില്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ രേവതിക്കുട്ടി വിളിച്ച് ചോദിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ നിൻ്റെ രേവതിക്കുട്ടിയോടല്ലേ ചോദിക്കേണ്ട താമസം, ഇങ്ങോട്ട് പോരെ എന്ന് അവൾ പറയും. പക്ഷെ അങ്ങനെയല്ലല്ലോ, മാമുച്ചായനും ഗ്രേസമ്മയ്ക്കും അതൊരു ബുദ്ധിമുട്ടായെങ്കിൽ അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിലെങ്കിലും അങ്ങനെയൊന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മോശമല്ലേ മോളെ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഞാൻ അവരോടും വിളിച്ച് ചോദിച്ചോളാം എന്ന് പറയും. അന്നേരം എൻ്റെ അഭിപ്രായത്തിൽ പോകണ്ട എന്നതാണ്, നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അതാണ് എൻ്റെ ഒരു തീരുമാനം എന്ന് ബാലേന്ദ്രൻ പറയുമ്പം രോഹിത് പറയുന്നുണ്ട് അച്ഛാ, ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എൻ്റെ ആവശ്യത്തിന് അവരെ വിളിച്ചപ്പോൾ അവർ ഓടിയെത്തിയതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഭവതി പറയും അതുപോലെ അലീന ചേച്ചിയെ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അവരോട് പറഞ്ഞപ്പോൾ അവർ നമ്മളോട് സഹകരിച്ചില്ലേ, അതുകൂടാതെ അച്ഛൻ രോഹിയേട്ടൻ്റെ ആവശ്യത്തിന് അവരുടെ അടുത്ത് ചെന്നപ്പോഴും അവർ സഹകരിച്ചല്ലോ, അവർക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പം ഇതെന്താ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണോ, ഞാൻ മാത്രമേ പുറത്തുള്ളൂ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ന്യായത്തിൻ്റെ പക്ഷത്താണ്, ഞങ്ങൾ എവിടെയും ന്യായം സംസാരിക്കും എന്ന് കൃഷ്ണമോൾ പറയും. അന്നേരം ഇത് കൊള്ളാലോ, ഇതുങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റിയല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുന്നു. എന്നിട്ട് പിന്നെയും ബാലൻ പറയുന്നുണ്ട് വേണേ അലീന പൊക്കോ എന്ന്. എന്നിട്ട് ഞാൻ തനിച്ച് പോകുന്നില്ല എന്ന് അലീന പറയും. അന്നേരം ഭവിത പറയുവാണ് ഞങ്ങൾ പോകുന്നുണ്ട് എന്ന്. അന്നേരം ബാലൻ ചോദിക്കും ഇത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ എന്ന്. അന്നേരം ഭവിത പറയും ഇല്ല, ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമില്ല, അതേ ഇപ്പോൾ പ്ലാൻ ചെയ്തോളൂ, ഞങ്ങൾ പൊയ്ക്കോട്ടെ അച്ഛാന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ഭവിത ചോദിക്കും എറണാകുളത്ത് പോകാൻ താല്പര്യമുള്ളത് ആരൊക്കെയാണ് ഒന്ന് കൈ പൊക്കിയെന്ന്. അന്നേരം എല്ലാവരും കൈ പൊക്കും, അലീന മാത്രം കൈ പൊക്കാതിരിക്കുവാണേ. അന്നേരം ബാലേന്ദ്രൻ ആ കൈ അങ്ങ് പിടിച്ച് പൊക്കിക്കും. എന്നിട്ട് ഈ കൈ കൂടെ അങ്ങ് പൊക്കിക്കും, ഇനി നീ ആയിട്ട് ഇതിനെ പൊക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് പൊയ്ക്കോ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ആ രീതിയിൽ എല്ലാം ചെയ്തോണം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ചിരിച്ച് വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇനി വൈജ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കാത്ത ഒരു ദൃശ്യമാണ് അത്. എന്നാലും ഭയങ്കര സന്തോഷത്തോടെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേൽക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി വന്ന കൈയൊക്കെ കഴുകി ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കാസറോളും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊന്നും ഒരു ഭക്ഷണവും ഇല്ല. കമലയെടുത്തി എന്ന് 2-3 തവണ വിളിക്കുന്നു.
ചോദിക്കും. അന്നേരം അടുക്കളയിൽ നിന്ന് അനക്കം ഒന്നുമില്ല കേട്ടോ. അന്നേരം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. ഇതെന്തി കമലയെടുത്തി ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു ഇറങ്ങി വരുന്നത്. അപ്പോൾ മനുവിനോട് ചോദിക്കും, നീ എവിടെ പോവാടാ എന്ന്. ഞാൻ ടൗൺ വരെ പോവാം ആൻറ്റി, എന്താ എന്ന് ചോദിക്കുമ്പോൾ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കും. ഇല്ല, കഴിക്കണം എന്ന് പറയുമ്പോൾ, അതിനിവിടെ കഴിക്കാനൊന്നുമില്ല, ദേ ഇതിൻ്റെ അകത്തൊന്നുമില്ല, നീ അടുക്കളയിൽ ഉണ്ടോ എന്ന് നോക്കിയേ. അതുപോലെ കമലയെടുത്തി വിളിച്ചിട്ട് കമലയെടുത്തിയും വിളിയേക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാനൊന്ന് നോക്കട്ടെ, അമ്മ എവിടെ പോകാനാണ്, അമ്മ അടുക്കളയിൽ കാണും എന്ന് പറഞ്ഞ് മനു അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അവിടെ കാണിയല്ല. അത് കഴിഞ്ഞ് ഇനി ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂടാക്കാനായിരിക്കും ഉദ്ദേശമെന്ന്. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഫ്രിഡ്ജിലൊന്നുമില്ലേ. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആൻറ്റി, അമ്മയെ കാണുന്നുമില്ല എന്ന് പറയുമ്പം, നിൻ്റെ അച്ഛൻ എന്തിയടാ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടതാ ശിവേട്ടനെ, അതിനുശേഷം കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം, അച്ഛൻ കോട്ടയം വരെ പോയതാണ്, പോകുമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയും. രാവിലെ തന്നെ പോയി കാണും എന്നിവിടെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയേനെ കൂടെ, എനിക്ക് കോട്ടയം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, എന്താ ആവശ്യമെന്ന്. അന്നേരം പറയുവാണ്, കോട്ടയത്ത് പോകുന്നത് ഡ്രസ്സ് എടുക്കാനാണ്, എന്തെങ്കിലും നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് 2-3 മാസമായി, കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്ന് പറയുമ്പോൾ മനു ചോദിക്കും, അതിനെന്തിനാണ് കോട്ടയം വരെ പോകുന്നത്, പാലായിൽ സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽസ് ഇല്ലേ, അവിടെ പോയി എടുക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, ആ ടെക്സ്റ്റൈൽസിൽ എന്താ ഉള്ളത്, ചെന്നൈയിലും മുംബൈയിലും ഒക്കെ പോയി അവിടുത്തെ ഹോൾസെയിൽ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ പാതി വിലയ്ക്ക് ഇവിടെ കൊണ്ട് തട്ടും, അതല്ലാതെ അവിടെ എന്തെങ്കിലും ഉണ്ടോ, കുറച്ച് സാരിയും ചുരിദാറും ടോപ്പും ഒക്കെ ഉണ്ട്, എല്ലാം ഔട്ട് ഓഫ് ഫാഷനാണ് എന്നൂടെ പറയും. അന്നേരം മനു ചിരിച്ചിട്ട് പറയുവാണ്, ആ കട ഔട്ട് ഓഫ് ഫാഷനോ, എനിക്ക് മനസ്സിലായില്ല, ഇത്രയും കാലം അവിടുന്ന് തന്നെയല്ലേ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത്, അതും ഫ്രീ ആയിട്ട്. അങ്കിള് മുംബൈയിലും ചെന്നൈയിലും ഒക്കെ ഫാഷൻ മാറുന്നതനുസരിച്ച് ഇവിടെയും ഫാഷൻ മാറ്റാറുണ്ട്, ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് റൺ ചെയ്യുന്ന ഒരു നല്ല കടയാണത്, അതുപോലെ മുന്നോട്ട് പോകുന്ന ഏത് കടയാണ് പാലയിൽ വേറെ ഉള്ളത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, വേറെ കടയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് എടുക്കുന്നില്ല, കോട്ടയത്ത് പോകണം എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ബാലേന്ദ്രൻ്റെ പേരിൽ കിട്ടുന്ന ഒരു ഔദാര്യം, ഒരു സൗജന്യവും വേണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ പോയി കോട്ടയത്ത് പോയി ഡ്രസ്സ് എടുത്തോളാം എന്ന് പറയുന്നു. അന്നേരം മനു ചോദിക്കും, അവിടെ 3 മക്കളുണ്ടല്ലോ, അവരെ ഉപേക്ഷിച്ചതാണോ എന്ന്. അന്നേരം വൈജയന്തി പറയുവാണ്, ഞാനല്ല അവരെ ഉപേക്ഷിച്ചത്, അവരാണ്, അവർക്കിപ്പം ഒരു 2ാനമ്മ കിട്ടിയല്ലോ അലീന, അതനുസരിച്ച് അവരങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ എന്നും പറയുന്നു. എന്നിട്ട് കമലയെടുത്തി ഒന്ന് നോക്കട്ടെ, ഇനിയിപ്പോൾ ഇവിടെ ഭക്ഷണം വെക്കുന്നില്ലേ എന്നറിയണമല്ലോ, അമ്മയും പട്ടിണിയായി പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു പോകും. പിന്നെ വൈജയന്തിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്ന മനു ഒന്നും പറയുന്നില്ല. മനുവിനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ തർക്കിക്കുന്നില്ല, തർക്കിച്ചിട്ടും കാര്യമില്ല എന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. ഏതായാലും ആകെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന മനുവിനെയാണ് കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ വൈജയന്തിയും കമലയും കാണിക്കുന്നുണ്ട് നാളത്തെ പ്രൊമോയിൽ. വൈജയന്തി പോയി കമലയോട് ഭക്ഷണം ഉണ്ടാക്കാത്ത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തീരെ വയ്യ, അതുകൊണ്ടാണ് എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, മാസത്തിൽ ഒരിക്കലൊക്കെ ഉപവാസം എടുക്കുന്നത് നല്ലതാണ് വൈജയ, അതുകൊണ്ട് നമുക്കിന്ന് ഉപവാസം എടുക്കാമെന്ന്. അന്നേരം വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വൈജയന്തിക്കിട്ട് പാര വയ്ക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ വൈജയന്തി പറയുവാണ്, ഉപവാസമൊക്കെ കമലയെടുത്ത് എടുത്താൽ മതി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന്. അങ്ങനെ അവിടുന്ന് ഇത്തിരി ദേഷ്യത്തോടെ ഇറങ്ങി വരുന്ന വൈജയന്തിയെ കാണിക്കുന്നു. വൈജയന്തി അവിടുന്ന് പുകച്ച് പുറത്തേടിക്കാനാണ് കമല ശ്രമിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ ആ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പം 4 മക്കളും വന്ന് നിൽപ്പുണ്ട്. അന്നേരം അവരോട് പറയുന്നുണ്ട്, ഞാൻ പോകുവാണ് എന്ന് കരുതി എറണാകുളത്ത് പോയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയേക്കരുത് എന്ന്. അതുപോലെ അലീനോട് പറയുന്നുണ്ട്, ഞാനും വൈജിയും ഇല്ലാണ്ട് ഇത്രയും ദൂരത്തേക്ക് ഇവർ പോകുന്നത് ആദ്യമായിട്ടാണ്, നിന്നോട് നോക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം, എങ്കിലും ശ്രദ്ധിച്ചോണം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ പോകുന്ന കാര്യത്തിൽ മാത്രം അച്ഛൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, അതിൽ കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് അച്ഛൻ പോരെ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന്. അങ്ങനെ ബാലേന്ദ്രൻ യാത്രയാകുന്നത് നോക്കി നിൽക്കുന്ന മക്കളെയും കാണിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.